Welcome to the 28th lecture on BSC Complementary Physics S3. 28th lecture. Today's topic is lasers. A new chapter we start. Lasers. 28th lecture. What is laser or what are lasers? Laser, it is a device. A device is in quotation. The meaning is laser is actually a ray of light and it can be used for some purpose. So we call as a device. It's a device. Device you put in quotation, not the exact meaning of device. ഇപ്പോൾ ഒരു ഉപകരണം എന്ന് നമ്മൾ പറയുന്നു, പക്ഷേ ഇതൊരു ശക്തമായൊരു കിരണമാണ്, റേസാണ്. അപ്പോൾ ഡെഫിനേഷൻ ആണെങ്കിൽ പറയാം, ഇറ്റ്സ് എ ഡിവൈസ് that produces an intense beam of monochromatic coherent and unidirectional light of tremendous energy which can annihilate anything near or far. It is a legendary death ray. Laser means light amplification by stimulated emission of radiation. Laser means light amplification by stimulated emission of radiation. ലേസറിൻ്റെ ഫുൾ ഫോം ഇതാണ്, ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ by stimulated emission of radiation. A light amplification, stimulated emission, radiation. ആ വാക്കുകളൊക്കെ ആദ്യ അക്ഷരമാണ്. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അപ്പോൾ ലേസർ എന്ന് പറഞ്ഞാൽ ഒരു ശക്തമായ ബീമായിട്ട് നമുക്ക് വിചാരിക്കാം. എങ്ങനെയുള്ള ബീം? ഇൻറ്റൻസ്, ശക്തമായിട്ടുള്ള, മോണോക്രോമാറ്റിക്, സിംഗിൾ വേവ് ലെങ്ത്, കൊഹറൻ്റ് ആയിരിക്കും, ഫേസ് ഒക്കെ സെയിം ആയിരിക്കും, ആൻഡ് യൂണി ഡയറക്ഷൻ, ഒരേ ദിശയിൽ പോകുന്നതാണ്. അതായത് സ്പ്രെഡിങ് ഇല്ലാതെ നേരെ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഇൻറ്റൻസ് ആയിട്ടുള്ള മോണോക്രോമാറ്റിക് ലൈറ്റ്, കൊഹറൻ്റ് ലൈറ്റ്, അതിനാണ് ലേസർ എന്ന് പറയുന്നത്. ട്രമൻഡസ് എനർജിയാണ്, അതിഭീമമായ എനർജിയാണ് ഈ റേസിനുള്ളത്. അത് പോകുന്ന വഴിക്കുള്ള എല്ലാ വസ്തുക്കളെയും അനിഹിലേറ്റ് ചെയ്യും, ഡെസ്ട്രോയ് ചെയ്യും, നശിപ്പിക്കാൻ പര്യാപ്തമാണ്. അടുത്തായാലും കൊള്ളാം, അകലെയായാലും കൊള്ളാം. അപ്പം അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ഇത് ലെജൻഡറി ഡെത്ത് റേ, ഐതിഹാസിക മരണകിരണം എന്ന് പറയും. അതായത് ഈ പരമശിവൻ്റെ തൃക്കണ്ണിൽ നിന്ന് വരുന്ന ആ റേസ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സാധനം എന്ന് പറയാം. അപ്പോൾ ലെജൻസിലൊക്കെ നമ്മുടെ കഥകളിലൊക്കെ നേരത്തെ മുതലുണ്ട്, പക്ഷേ അത് 1960 ആണ് ഇത് പ്രാവർത്തികമാക്കുന്നത്. സ്റ്റോറീസിലൊക്കെ നേരത്തെ തന്നെ ഇത്തരം ലേസറിനെ പറ്റിയുള്ള ഒരു വിവരണമുണ്ട്. അതുകൊണ്ട് ഈ ലേസറിനെ വിളിക്കുന്ന പേരാണ് ലെജൻഡറി ഡെത്ത് റേസ്. ലെജൻഡറി ഡെത്ത് റേ, മരണകിരണം എന്ന് വിളിക്കും. പോകുന്ന വഴിക്ക്, ആ ലൈറ്റ് പോകുന്ന വഴിക്കുള്ള എല്ലാ വസ്തുക്കളെയും കത്തിച്ച് ചാമ്പലാക്കാനുള്ള എനർജിയുള്ള ഒരു കൂട്ടം റേസ്, അതിനെയാണ് നമ്മൾ ലേസർ എന്ന് പറയുന്നത്. അതിന് ഫുൾ ഫോമാണ് നമ്മൾ അവസാനം വായിച്ചത്. ഇനി ലേസറിൻ്റെ പ്രിൻസിപ്പിൾ, അതിൻ്റെ പ്രൊഡക്ഷൻ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 3 ഇൻട്രാക്ഷൻ പഠിക്കണം. ആ 3 ഇൻട്രാക്ഷൻ ഏതൊക്കെയാണെന്ന് ആദ്യം പറയുന്നത്. 3 ഇൻട്രാക്ഷൻസ്, 3 പ്രവർത്തനങ്ങൾ, തമ്മിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയും, ഇൻട്രാക്ഷൻസ്. അതായത് ഈ നേച്ചറിൻ്റെ 2 മാനിഫെസ്റ്റേഷനാണ്. ഒന്ന് മാറ്റർ, രണ്ടാമത്തെ റേഡിയേഷൻ. നമ്മൾ ഈ ലോകത്തെ കാണുന്നത്, ഈ പ്രകൃതിയെ കാണുന്നത് 2 തരത്തിലാണ്. ഒന്ന് വസ്തുക്കളായിട്ടും മറ്റൊന്ന് കിരണമായിട്ടും, റേഡിയേഷനുമായിട്ട്. ഇവ തമ്മിൽ 3 തരം ഇൻട്രാക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ബിറ്റ്വീൻ മാറ്റർ ആൻഡ് റേഡിയേഷൻ there are 3 possible interactions. They are 1 absorption, 2 spontaneous emission, and 3 stimulated emission. Between matter and radiation, there are 3 possible interactions. They are 1 absorption, 2 spontaneous emission, and 3 stimulated emission. അതായത് ഈ മാറ്റർ, വസ്തുക്കളും റേഡിയേഷനും തമ്മിൽ 3 തരം പ്രവർത്തനങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ വിളിക്കുന്നവരെ അബ്സോർപ്ഷൻ. ഒന്നാമത്തെ പ്രവർത്തനം, ഇൻട്രാക്ഷൻ, അബ്സോർപ്ഷനാണ്. രണ്ടാമത്തത് സ്പോണ്ടേനിയസ് എമിഷൻ. മൂന്നാമത്തത് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഇതിൽ അവസാനം പറയുന്നതാണ് ലേസറിൻ്റെ പ്രൊഡക്ഷൻ പ്രിൻസിപ്പിൾ, ലാസ്റ്റ് വൺ. അത് മനസ്സിലാക്കാൻ നമ്മൾ മറ്റത് രണ്ടും ഒന്ന് മനസ്സിലാക്കിയാൽ ലാസ്റ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട്. അപ്പോൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ, ലേസർ പ്രൊഡക്ഷൻ പ്രിൻസിപ്പിൾ മനസ്സിലാക്കാൻ എന്താണ് അബ്സോർപ്ഷൻ, എന്താണ് ഈ സ്പോണ്ടേനിയസ് എമിഷൻ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. സോ വി എക്സ്പ്ലെയിൻ 1 by 1.
The three possible interactions between matter and radiation are 1. Absorption, 2. Spontaneous emission, and 3. Stimulated emission. What is absorption? അപ്പോൾ അബ്സോർപ്ഷൻ മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ഡയഗ്രം വരച്ചോടെ വെച്ചിട്ടുണ്ട്. ആ ഡയഗ്രത്തിൽ മനസ്സിലാക്കുക, രണ്ട് കേസാണ്. ഒന്ന് ബിഫോർ അബ്സോർപ്ഷൻ, ഇപ്പുറത്ത് ആഫ്റ്റർ അബ്സോർപ്ഷൻ. ഈ രണ്ട് എനർജി ലെവൽ കാണിച്ചിട്ടുണ്ട്, W1 W2. ഒരു ഫോട്ടോണാണ് വരുന്നത്, H-നും എനർജി ഉള്ളത്. ഒന്നാമത്തെ പടത്തിൽ ആറ്റമാണ് താഴെ കാണിച്ചിരിക്കുന്നത് ഒരു സർക്കിളായിട്ട്, അത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. രണ്ടാമത്തെ കേസിൽ ആ ഫോട്ടോൺ ഡിസിപ്പിയർ ആകും, ആറ്റം എക്സൈറ്റഡിൽ പോകും. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ വസ്തുക്കളിൽ മാറ്ററിൽ ഇപ്പോൾ ഈ ലേസർ ഉണ്ടാക്കുന്ന വസ്തുക്കൾ അവയിൽ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ആണ്. മോസ്റ്റ് ഓഫ് ദി ആറ്റംസ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, ഏറ്റവും കുറവ് എനർജി ഉള്ള സ്റ്റേറ്റ് ആണ്. അതിനെ നമ്മൾ W1 എന്ന് പറയും. പിന്നെ വളരെ കുറച്ച് ആറ്റംസ് ഉയർന്ന എനർജി സ്റ്റേറ്റിൽ കാണും, ഉയർന്ന ഊർജാവസ്ഥയിൽ കാണാം. അത് പല പല എക്സൈറ്റഡ് സ്റ്റേറ്റുകളുണ്ട്, പല പല ഹയർ സ്റ്റേറ്റുകളുണ്ട്. അതെല്ലാം കൂടി നമ്മൾ W2 എന്നുള്ള ഒറ്റ ലെവലായിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ W1 താഴ്ന്ന എനർജി സ്റ്റേറ്റാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്, W2 ഉയർന്ന എനർജി സ്റ്റേറ്റാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അത് പല സ്റ്റേറ്റുകളുണ്ട്, എല്ലാം കൂടി നമുക്ക് ഈ സൗകര്യത്തിന് ഇപ്പോൾ W2 എന്ന് കാണിക്കാം. അപ്പോൾ രണ്ട് എനർജി ലെവലായിട്ട് നമ്മൾ ഈ വസ്തുക്കളിലെ മാറ്ററിലെ ഊർജാവസ്ഥയെ കാണിച്ചിരിക്കുകയാണ്. W1 ഈസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്, W2 ഈസ് ദി ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യം ഈ ആറ്റം ഇരിക്കുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്, താഴെയാണ് ഇരിക്കുന്നത്, എനർജി കുറവുള്ള സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോഴൊരു ഫോട്ടോൺ വരുന്നത്, ആ ഫോട്ടോൺ എന്ത് ചെയ്യും? ആ ഫോട്ടോണിനെ ഈ ആറ്റം അബ്സോർബ് ചെയ്യും. അപ്പോൾ ആറ്റത്തിന് എനർജി കിട്ടുകയാണ്. ആ ഫോട്ടോണും കൂടെ അബ്സോർബ് ചെയ്താൽ, അബ്സോർബ് ചെയ്താൽ ആറ്റം ഉടനെ എക്സൈറ്റഡിൽ പോവും, മുകളിലോട്ട് പോവും, ജമ്പ് ചെയ്യും. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് അബ്സോർപ്ഷൻ. സോ യു ലുക്ക്, if a photon of suitable frequency falls on the atomic system, the atoms in the ground state W1 absorb the photon and go to the atoms in the ground state absorb the photon and go to the excited state W2. By the energy conservation principle, it can be written that W1 plus H-nu is W2. ഈ ഇക്വേഷൻ ഇതൊരു പ്രയാസമില്ല, ആ പടം നോക്കിയാൽ മതി. ആറ്റം എവിടെ ഇരിക്കുന്നു ആ എനർജി കൂട്ടണം, താഴെ ഇരിക്കുന്നത് W1. പിന്നെ ഏതാണ് വരുന്നത്? ഫോട്ടോയുടെ H-nu. അപ്പോൾ ഇനിഷ്യൽ എനർജി W1 plus H-nu, അത് ഫൈനൽ എനർജി ആറ്റം എവിടെ ഇരിക്കുന്നു W2. അപ്പോൾ അതുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇക്വേഷൻ എഴുതാനായിട്ട് ആ ചിത്രങ്ങൾ നോക്കിയാൽ മതി. ചിത്രത്തിൽ ഉണ്ട് ഇക്വേഷൻ. ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റ് W1, എ ഫോട്ടോൺ ഇസ് കമ്മിങ് H-nu, ടോട്ടൽ എനർജി W1 plus H-nu. In the second figure, atom is excited and there is no photon. So we write total energy as W2. Energy before is equal to energy after. Therefore, W1 plus H-nu is W2. That's the equation for absorption. And from that equation, we find the frequency. We take W1 to the right side, that is H-nu is W2 minus W1, that is nu is equal to W2 minus W1 all by H, equation 1. This gives frequency of absorbed photon. അപ്പോൾ ഈ ന്യൂ എന്നുള്ളത് W2 മൈനസ് W1 ബൈ H എന്ന് കിട്ടും. ഇതാണ് അബ്സോർബ്ഡ് ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി. ആ ആറ്റം അബ്സോർബ് ചെയ്യുന്ന ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസിയാണ് എഴുതിയിരിക്കുന്നത്. ഇക്വേഷൻ ന്യൂ ഈസ് ഈക്വൽ ടു W2 മൈനസ് W1 ബൈ H. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഈ സ്പോണ്ടേനിയസ് എമിഷനാണ്. തനിയെയുള്ള പ്രകൃതിയായുള്ള എമിഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ. ആദ്യം അബ്സോർപ്ഷൻ്റെ നേരെ റിവേഴ്സ് പ്രോസസ്സാണ്. ഇപ്പം നോക്കി എന്താണെന്ന് നോക്കി, പിന്നെ ആറ്റം ആൾറെഡി എക്സൈറ്റഡിലാണ്, ഫോട്ടോണൊന്നുമില്ല. ഇപ്പോൾ ബിഫോർ സ്പോണ്ടേനിയസ് എമിഷൻ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇപ്പുറത്തെ പടത്തിൽ ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ അവിടെയുള്ള അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യും. അങ്ങനെയാണ് പടം. ഈ അബ്സോർപ്ഷൻ്റെ നേരെ എതിര് ഒരു ചിത്രമാണ് വരയ്ക്കുന്നത് ഇവിടെ. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം.
the atoms in the excited state has the tendency, ഒരു പ്രവണതയുണ്ട്, ടെൻഡൻസി ടു ഗോ ബാക്ക് ടു ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്. എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആറ്റത്തിന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് പോകാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെ പോകുമെന്നേരം അത് വിച്ച് ഈസ് ഇൻ ദ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ്. അതായത് എക്സൈറ്റഡിലുള്ള ആറ്റമുകൾക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് പോകാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ട്. കാരണം ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ്. എല്ലാ ആറ്റമുകൾക്കും ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് പോകണം എന്നുള്ളത് ഒരു നാച്ചുറൽ ടെൻഡൻസിയാണ്. അത് മുതൽ ഗ്രൗണ്ടിലേക്ക് പോകും. ഡ്യൂറിങ് ദിസ് പ്രോസസ് എ ഫോട്ടോൺ ഈസ് എമിറ്റഡ്. അപ്പോൾ ഇങ്ങനെ താഴത്തേക്ക് പോരുമ്പോൾ ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യും. ബൈ ദി എനർജി conservation principle, it can be written that W2 is equal to W1 plus H nu. ഈ ഇക്വേഷന് പ്രയാസമില്ല. ആ പടം നോക്കിയാൽ മതി, പടം പഠിച്ചാൽ മതി. നോക്കി, ആറ്റമിൻ്റെ എക്സൈറ്റഡ് ആദ്യം ഇരിക്കുന്നത്. അപ്പോൾ അവിടെ W2 ഇപ്പുറത്ത് ഗ്രൗണ്ടിലേക്ക് വരും, W1 ഫോട്ടോണുണ്ട്. അപ്പോൾ W2 is equal to W1 plus H nu. ആറ്റം ഇരിക്കുന്ന ലെവൽ മാത്രമേ കൂട്ടാവൂ. So W2 is equal to W1 plus H nu. That is H nu is equal to W2 minus W1. Nu is W2 minus W1 by H. Equation number 2. ഇത് നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷൻ 1 ആണ്. അബ്സോർബ്ഡ് ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി തന്നെയാണിത്. അപ്പോൾ റിലേഷൻ രണ്ട് സെയിം ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഹെൻസ് ദ ഫ്രീക്വൻസി ഓഫ് ദി സ്പോണ്ടേനിയസ്ലി എമിറ്റഡ് ഫോട്ടോൺ വിച്ച് ഈസ് സെയിം ആസ് ദ ഫ്രീക്വൻസി ഓഫ് ദി അബ്സോർബ്ഡ് ഫോട്ടോൺ. ഇനിയാണ് നമ്മൾ ലേസർ ആക്ഷൻ പറയാൻ പോകുന്നത്. ലേസർ പ്രിൻസിപ്പിൾ, അതിനെ നമ്മൾ സ്റ്റിമുലേറ്റ് എമിഷൻ എന്ന് പറയും, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ലേസർ എന്ന് പറയും, അല്ലെങ്കിൽ ലേസിങ് ആക്ഷൻ എന്ന് പറയും. പല പേരുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നോക്കുക. ആ പടം ആദ്യം മനസ്സിലാക്കും. ഇവിടെ ആറ്റം എക്സൈറ്റ് ഇരിക്കുക ആദ്യമേ തന്നെ. അപ്പോൾ ഒരു ഫോട്ടോൺ വരുന്നു. അപ്പോൾ ഇത് ഈ സ്പോണ്ടേനിയസ് എമിഷനായിട്ട് വ്യത്യാസമുണ്ട്. സ്പോണ്ടേനിയസ് എമിഷനിലാണെങ്കിൽ ആറ്റം എക്സൈറ്റഡ് ഇരിക്കും, ഫോട്ടോണൊന്നും വരത്തില്ല. ഇവിടെ ആറ്റം എക്സൈറ്റ് ഇരിക്കുകയാണ്, അപ്പോൾ വേറൊരു ഫോട്ടോൺ വരികയാണ്. ഓർക്കണം, ആറ്റം എക്സൈറ്റഡ് ഇരിക്കാൻ അതിനകത്തൊരു ഫോട്ടോൺ ഉണ്ട്, അതുകൊണ്ടാണ് മുകളിൽ ഇരിക്കുന്നത്. അപ്പോഴാണ് വേറൊരു ഫോട്ടോൺ വരുന്നത്. അപ്പം എന്ത് ചെയ്യും? ഈ ഫോട്ടോൺ ആ ആറ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഉടനെ ആറ്റം എന്ത് ചെയ്യും? അതിനകത്തുള്ള ഫോട്ടോൺ കൂടി പുറത്തേക്ക് വിടും. അപ്പോൾ 2 ഫോട്ടോൺ ആറ്റം ഗ്രൗണ്ടിലേക്ക് വരും. അപ്പോൾ അങ്ങനെ 2 ഫോട്ടോൺ ഉണ്ടാകും, കൂടുതൽ ഫോട്ടോൺ ഉണ്ടാകും. അപ്പോൾ ഈ 2 എന്നുള്ളത് വെറും റെപ്രസെൻറ്റേഷനാണ്. 2 2000 2 ലക്ഷം ഇല്ല, കോടിക്കണക്കിനായിരിക്കും ഇത്തരം ഫോട്ടോൺസ് പുറത്തേക്ക് വരിക. അതാണ് പ്രോസസ്സ്. അപ്പോൾ നോക്കിക്കേ, ഇഫ് എ റേഡിയേഷൻ, അവിടെ ഒരു ആ കട്ടിങ്ങിൽ ചെറിയ സ്പെല്ലിങ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, നോക്കിക്കോളാം. ഞാനത് വായിക്കാം, നിങ്ങൾ കറക്റ്റായിട്ട് സ്പെല്ലിങ് എഴുതിക്കോളാം. ഇഫ് എ റേഡിയേഷൻ, അവിടെ റേഡിയേഷൻ എന്നുള്ളത് ചേർത്തോളാം. ഇഫ് എ റേഡിയേഷൻ ഓഫ് അപ്രോപ്രിയറ്റ് ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസി കംപ്ലീറ്റ് ചെയ്യണം. ഫാൾസ് ഓൺ ദി അറ്റോമിക് സിസ്റ്റം ഇവിടെ ഉണ്ട്. ഫാൾസ് ഓൺ ദി അറ്റോമിക് സിസ്റ്റം ദിസ് റേഡിയേഷൻ വിൽ, അതാണ് ആ കറക്ഷൻ നോക്കണേ. ഇഫ് എ റേഡിയേഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ഫ്രീക്വൻസി ഫാൾസ് ഓൺ ദി അറ്റോമിക് സിസ്റ്റം ദിസ് റേഡിയേഷൻ വിൽ. ദിസ് റേഡിയേഷൻ വിൽ സ്റ്റിമുലേറ്റ്, ഒരു ഉത്തേജനം കൊടുക്കും. സ്റ്റിമുലേറ്റ് ദി ആറ്റംസ് ഇൻ ദി എക്സൈറ്റഡ് സ്റ്റേറ്റ് W2, excited state W2 to undergo a transition to the ground state W1. For this, the frequency of the stimulating photon, coming photon, incident photon must be W2 minus W1. Frequency of the photon, incident photon must be nu is equal to W2 minus W1 by H. The atoms undergoing transition to the ground state will radiate photons of the same frequency nu. All these photons will be in phase and have the same phase as that of the stimulating photon and move in the same direction. അതായത് ഈ ആറ്റം ഓൾറെഡി എക്സൈറ്റ് ഇരിക്കുകയാണ്, അപ്പോൾ ഫോട്ടോൺ വരും. ആ ഫോട്ടോൺ, ഇൻസിഡന്റ് ഫോട്ടോണിനെ നമ്മൾ സ്റ്റിമുലേറ്റിംഗ് ഫോട്ടോൺ എന്ന് പറയും. ആ സ്റ്റിമുലേറ്റിംഗ് ഫോട്ടോൺ ഈ ആറ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്യും.
ആറ്റം അതിനകത്തുള്ള ഫോട്ടോണെ പുറത്തേക്ക് വിടും. അപ്പോൾ രണ്ടിനെയും ഫ്രീക്വൻസി സെയിം ആണ്. ഈ ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെയും ആറ്റത്തിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന സ്റ്റിമുലേറ്റഡ് ഫോട്ടോണിൻ്റെയും ഫ്രീക്വൻസി സെയിം ആണ്. അത് ന്യൂ ഈസ് ഈക്വൽ ടു W2 - W1/h ആയിരിക്കും. ഈ രണ്ട് ഫോട്ടോൺ ഒരുമിച്ച് പുറത്തേക്ക് വരും. അതാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. The photon emitted under stimulation amplify one another. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഫോട്ടോണിന് നമ്മൾ സ്റ്റിമുലേറ്റിംഗ് ഫോട്ടോൺ എന്ന് പറയും. അത് ആറ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്യും. ആറ്റം അതിനകത്തുള്ള ഫോട്ടോണെ പുറത്തേക്ക് വിടും. അതിനെ നമ്മൾ സ്റ്റിമുലേറ്റഡ് ഫോട്ടോൺ എന്ന് പറയും. ഇപ്പോൾ സ്റ്റിമുലേറ്റിംഗ് ഫോട്ടോൺ ആൻഡ് സ്റ്റിമുലേറ്റഡ് ഫോട്ടോൺ, വരുന്ന ഫോട്ടോണാണ് സ്റ്റിമുലേറ്റിംഗ്, ആറ്റത്തിനകത്തുള്ള ഫോട്ടോണാണ് സ്റ്റിമുലേറ്റഡ്. ഇത് രണ്ട് ഫേസിലായിരിക്കും. The emission of radiation from an atomic system under stimulation by a radiation of appropriate frequency is called stimulated emission. അതാണ് ഡെഫിനിഷൻ കേട്ടോ. The emission of radiation from an atomic system under stimulation by a radiation of appropriate frequency is called stimulated emission. അതായത് ഒരു ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ ആക്ഷൻ മൂലം, അപ്രോപ്രിയേറ്റ് ഫ്രീക്വൻസി ഉള്ള ഒരു ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ ആക്ഷൻ മൂലം ഈ ആറ്റമുകൾക്കകത്തുള്ള ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്യാൻ സഹായിക്കുക. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലേസർ. ഇതാണ് ലേസറിൻ്റെ പ്രിൻസിപ്പിൾ. ഒന്നുകൂടി ആ സെൻറ്റൻസ് ഞാൻ വായിക്കുക, നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. ദി എമിഷൻ ഓഫ് റേഡിയേഷൻ ഫോട്ടോൺ. റേഡിയേഷൻ മീൻസ് ഫോട്ടോൺ. ദി എമിഷൻ ഓഫ് റേഡിയേഷൻ ഫ്രം ആൻ അറ്റോമിക് സിസ്റ്റം അണ്ടർ സ്റ്റിമുലേഷൻ by a radiation of appropriate frequency is called stimulated emission. This is the principle of production of laser. ഇതാണ് ലേസർ നിർമ്മിതിയുടെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത്രയും പറഞ്ഞിരുന്ന ഒരു ക്വസ്റ്റ്യനാണ് പ്രധാനപ്പെട്ടത്, എക്സ്പ്ലെയിൻ സ്റ്റിമുലേറ്റഡ് എമിഷൻ. എങ്കിൽ ഈ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാം, വാട്ട് ആർ ദി 3 ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ മാറ്റർ ആൻഡ് റേഡിയേഷൻ? 3 ഇൻട്രാക്ഷൻ നമ്മൾ പറഞ്ഞല്ലോ, അബ്സോർപ്ഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ stimulated emission. That is all with your 28th lecture on complementary physics. Thank you very much.